അവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാഗ് നിങ്ങളുടെ അല്ലേ? ആ ബാഗ് എടുക്ക്. നമുക്ക് ഇറങ്ങി ഓടിയാലോ? ഇത് നമ്പർ നോക്കണം. എന്റെ ഫോൺ കാണുന്നില്ല. ഫോൺ എൻ്റെ ഫോൺ மதுவிலே சொக்கும் அழகிலே மது தரும் சுகம் சுகம் ഇതെന്താടാ ലേഡീസ് ഹോസ്റ്റലിന്റെ പരസ്യോ? എന്ത്? തോണ്ട ഒരുത്ത നിന്ന് തേക്കാണ്. പോസ്റ്റ് അടിപ്പിക്കാതെ വാടേ. എടാ അവളെ കാണുന്നില്ലടാ. ഒരു സ്ഥലത്ത് നേരത്തെ ഇറങ്ങി. ബ്രോ ഒരു ടിക്കറ്റ് എടുത്തേ. ഒന്നെടുക്ക്. വേണ്ട, ഒരെണ്ണം എടുക്ക്. കാറിനെ പ്ലസ് അടിക്കും. വേണ്ടാട്ട. ദേ ആ പുള്ളി വെറുതെ ഇരിക്കും, അവിടെ പോയി ചോദിക്കും. ബ്രോ ഒരു ടിക്കറ്റ് എനിക്ക് വേണ്ട. കാരുണ്യ പ്ലസ് വേണ്ട ബ്രോ. അടിക്കും, തീർച്ചയായിട്ടും അടിക്കും. എനിക്കൊന്നും അടിക്കൂല. ഇങ്ങനാണെങ്കിൽ ഇതിനൊക്കെ ഉടനെ അടി കിട്ടും. പെണ്ണുങ്ങളെ മറ്റടോ നോക്കി ഇരിക്കുക. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ? വാ പോവാം. ഇറങ്ങാം. എന്താണ് ലേറ്റ് ആയി? എന്റെ റോണി ഒന്നും പറയണ്ട റോണി. ഇവിടെ വരെ എത്തിയപ്പോഴാ വയറൊന്ന് അപ്സെറ്റ് ആയത്. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി കാര്യം കഴിഞ്ഞിട്ട് വരുവാ. അതാ ലേറ്റ് ആയത്. ഇവിടെ ഒന്നും ടോയ്ലറ്റ് ഇല്ലേ? എനിക്ക് ഇവിടെ പോയാൽ ശരിയാവൂല, നിനക്ക് അറിയില്ലേ? എന്താ റോണി ഇത്? റോണി, പിന്നെ എന്റെ റിസ്കിലാണ് ആ ലോൺ നിനക്ക് ഞാൻ എടുത്തു തന്നത്. അതിന്റെ ഇൻട്രസ്റ്റ് എങ്കിലും നീ ഒന്ന് അടയ്ക്കണേ. ചെയർമാൻ ഇന്നലെ മെൻഷൻ ചെയ്തിരുന്നു. എടാ എൻ്റെ കല്യാണം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ എല്ലാ ലോണിനും അതില്ലേ തരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കടാ. ആ ശരിയടാ. ഗുഡ് മോർണിംഗ് സർ. ആ പാടോ. ഈ സെഗ്മെന്റ് ഇതിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് അപ്പോൾ ഈ 20,000 ഇത് നോക്കൂരിയാണ് സർ. ആ ഇത് മെൻഷൻ ചെയ്യണ്ട കേട്ടോ. ഓക്കെ സർ. റോണി, ഞാനിത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. എന്ത്? താൻ എന്ത് മെൻഷൻ ചെയ്തു? അതല്ല സാറേ, നമ്മുടെ ബാങ്കിന്റെ കാര്യം പറഞ്ഞ. വേറൊരു ബാങ്കും കൊടുക്കാത്ത ഒരുപാട് ഓഫറുകൾ നമ്മുടെ ബാങ്ക് തരുന്നുണ്ട്.
ആഹാ ആ പിന്നെ സാറിന്റെ ഒരു ബൾക്ക് എമൗണ്ട് നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ആഹാ അതിന് ഇൻട്രസ്റ്റ് കൂടാതെ വേറെ ഒരുപാട് ഓഫറുകളുണ്ട്. എന്താണാവോ ആ ഒരുപാട് ഓഫർ? പട്ടായ, തായ്ലാൻഡ്, ഓ എന്നോ മസാജാ ഇവിടെ കേൾക്കുമ്പോ തന്നെ കുളിരാ അല്ലേ? എനിക്ക് അത്ര കുളിര് തോന്നുന്നില്ല. ഇല്ലേ? ഇല്ല. അത്ര കുളിര എല്ലാവർക്കും ഇല്ല. എന്റെ നോർമൽ അല്ലല്ലോ അയാളുടെ നോർമൽ. ആ മോളെ പറ. ബിസിയാണോ റോണി? ബിസി ആണോ എന്ന് ചോദിച്ചാ നല്ല ബിസിയാ. എന്നാലും നീ പറ. കല്യാണം കഴിഞ്ഞാലും നല്ല ബിസി ആയിരിക്കും അല്ലേ? ആ പിന്നെ മറ്റന്നാളത്തെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്റെ പൊന്നെ ആൻസി, മറ്റന്നാളത്തെ കാര്യം മറ്റന്നാളല്ലേ? ഞാൻ മറക്കില്ല. ഞാൻ എന്തായാലും എടുത്തു. ഇതൊരു മിനിറ്റ്, ഒരു ക്ലയന്റ് വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാം. ശരി. കല്യാണി, കടവ് എന്നാ പോണേ? 10-ാം തീയതിയാ? അത് മതി. 10-ാം തീയതി നമ്മളെ ഞാനും ഫ്രീ ആവണം. അപ്പൊ നമുക്ക് 2 പേർക്കും അടിച്ചു വിളിക്കാം. ഓക്കെ, എക്സ്ക്യൂസ് മീ, ആക്ച്വലി ഈ വണ്ടിക്ക് എന്ത് വിലയുണ്ട്? 25 lakhs. 25 lakhs കുറച്ച് കൂടുതലല്ലേ? No. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? Sorry. ഇല്ല അല്ലേ? Anyway, both of three looks very സോറി. വാ. pretty. ഓ വലിച്ച് അവന്റെ മുമ്പ് തന്നെ ചെഞ്ചാടി. വാ. മൈൻഡ് ഓടിക്കോ ഓടിക്കോ. കണ്ടാ നീ കണ്ടാ ഭക്ഷണാണോ? ആ ദേ ഇത് നോക്ക്, ദേ കണ്ടാ എടുക്കട്ടെ? കണ്ടിക്കണോ സാറേ? വേണ്ട, പെണ്ണുപിള്ള കണ്ടിച്ചോളൂ. ആ പെണ്ണുങ്ങളെ കണ്ടിക്കാൻ പിടിക്കാണെങ്കിൽ മറിയ കണ്ടിക്കണില്ലേ? ഒഞ്ഞോട്ടെ സാറേ. അതിലുണ്ട് ചൂലുണ്ട്. കൂടിപ്പോയാ? അതിലുണ്ട് ചൂലുണ്ട്. വാ വാ. ആ സാറേ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ നോക്കിയിട്ട് പറയേ ഏത് മീൻ വേണോന്ന്. ഗൂഗിൾ പേ ചെയ്താ മതി. ആ ദേ ഇത് നോക്ക്. വാ വാ. ആ വാ സാറേ. സാറിന് എന്നതാ വേണ്ടത്? എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുവോ? ഉള്ളതാണെങ്കിൽ തരും. ഉള്ളതാണെങ്കിൽ തരണം. സാറ് ഇന്ന് കുഴയാതെ മീൻ എടുത്തിട്ട് പോ. എനിക്ക് പറ്റിയ മീനൊന്നും നിന്റെ തട്ടലില്ല വെച്ച. ദേ സാറേ, ഒരുമാതിരി കഴപ്പണം കെട്ട വർത്താനം പറയില്ല കേട്ടാ. ഈ തട്ടയിലില്ലാത്ത ഒരു മീനേ ഉള്ളു, തിമ്മിങ്കലം. നിനക്ക് മീനറിയാൻ പാടില്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനടി? ഈ കടലിൽ കിടക്കുന്ന മീനുകൾ എത്രയാന്ന് നിനക്കറിയോ? ഈ കടപ്പുറത്ത് കിടക്കണ എന്നേക്കാൾ നിശ്ചയം കാറിനകത്ത് കിടക്കണ സാറിനുണ്ടാ. ഉണ്ടെങ്കിൽ എന്നാ സാറേ, ഞാൻ പറയണ അത്രയും മീനുകളുടെ പേര് പറയാവാ. നീ പറയുന്നതിന്റെ ഇരട്ടി പേര് പറഞ്ഞാലോ? മറിയേട്ടിയായി, സിസിലേച്ചിയായി, ഈ സാറ് മീനുകളുടെ പേര് പറഞ്ഞ് കളിക്കാൻ വെല്ലുവിളിക്കണ്. അത് നമ്മളെ കളിച്ചാ എന്ത് തരുമെന്ന് ചോദിക്കണില്ലേ? അല്ല എന്ത് തരും? 2000 രൂപ. ഞാനാ ജയിക്കുന്നെങ്കിൽ ഈ നെയ്മീൻ എനിക്ക് ഫ്രീ. സമ്മതം. തുടങ്ങാം. ആ, അയല, മത്തി, ആവോലി, നെത്തോലി, കണ്ണാർ, കല്ലുകടിയൻ, കാല, കിളിമീൻ, പറവ, ശീലാവ്, വാള, വരാൽ, കോലൻ, കൂരി, കാരി, കണവ, ചെമ്മീൻ, നത്തല്, കൊഴുവ, സേറ്റുവ, കൊടുവ, മീല, തിരുതക്കൊടിയൻ, ഓലക്കൊടിയൻ, ചിണ്ട, ഈല, ഊലി, പിലാഞ്ചൻ, ഗാല, കെറ്റ്ല, തോപ്പ്, പൂമീൻ, കുറിച്ചി, പള്ള, കോഴിമീൻ, നവര, റാണി, ഉണ്ണിമേരി, കണ്ടം, പീയട, ഞണ്ട്, തൊണ്ടി, അവനൂസ്, വനഞ്ചില്, കാടുവ, ഇരി, ചിങ്ങവാല്, കാറ്, ഡിസ്കോ, ഒബാമ, വിടയൻ, മുറിഞ്ഞമീൻ, പുളുവ, മനക്കം, കറുപ്പൻ, കണ്ണമ്പു, ചെമ്മയു, മണ്ട, കിളിര്, മാന്തള്, വള്ളിപ്പുമി, പൊടിമീൻ, മുള്ളൻ, തിരണ്ടി, കാളാഞ്ചി, ചിപ്പി, കണ്ണാടി, വട്ടം, മാത്തം, പോത്തൻ, ദിലീഷ് പോത്തൻ. ലില്ലിയുടെ പെടപ്പ് മാറിയല്ല മറിയേ? മാറി.
ചായ വേണ്ട. എന്താ സർ? ആരുടെ ഗിരീഷ് ആറ്റിങ്ങൽ? ഇതോ ഇരിക്കുന്നു, അതാണ് സർ. ഇത് എനിക്ക് പറ്റിയ പണിയല്ല. അവനാണോ? അതെ സർ. ഇത് പൊളി. സാർ, ഓ, ഞാൻ SI ജയദേവൻ, പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ്. അത് താനാണോ? ആ, കോസ്റ്റ്യൂം പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ട് സർ. കൊടുക്ക്. സാർ ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ റെഡിയാണ്. എവിടെ? അവിടെ ആ വണ്ടിയുടെ അവിടെ. നിറമായി നിൽക്കുന്ന വിധവ. സാർ, ഒരു സംശയം ചോദിച്ചോളൂ. ഞാൻ എൻ്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക്... സാർ അതൊന്നും വേണ്ട. സാർ അങ്ങോട്ട് ചെന്നാൽ മതി. കോസ്റ്റ്യൂം അവിടെ കണ്ടാൽ മതി. സുരേഷ്, ഇവനെയൊക്കെ കഴപ്പൊന്നുമല്ലാതെ എന്ത് പറയേ. ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. കുഴപ്പമില്ല, ഇന്ന് കുഴപ്പമില്ല. എടുക്കാം. ആ സാർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ... എടോ നായകൻ, രണ്ടുപേരും ഒരുമിച്ച് വിളിക്കണം. സോറി. നമസ്തേ സാർ. ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ച്. അതായത് ഈ ചായക്കടക്കാരനാണ് ചായ ചോദിക്കുന്നത്. ചായ ചോദിക്കുന്നതിൻ്റെ ഒരു... പുള്ളി അവിടെ നിന്ന് വരാണോ അത് ഇവിടെ നിന്നാണോ? പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ, വന്നു. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞ് ചായ ചോദിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു മിഡിലേക്ക് പോവാം. ക്യാമറ റെഡിയല്ലേ? റെഡി റെഡി. സാർ, അത് ഞാനേ ഒരു ചായ കൊടുക്കുമല്ലോ. അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഇടണം? തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം? നവരസങ്ങളിൽ 7 കാണാൻ അറിയാം? ഇല്ല. ആക്ഷൻ. ഒരു ചായ. നല്ല ഫീലെല്ലാം കുടിച്ചോ. കടി. ഇതിനു മുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ? നന്നായി. അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ ചുമ്മാ നുള്ളാതെ എടുക്കട്ടെ. അല്ല സാർ, എനിക്കിനി എത്ര സീനുണ്ടെന്ന് അറിയാനേ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ടേ. സാറിന്റെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാണ് അപ്പം കഴിഞ്ഞത്. പറഞ്ഞാലും തിരിയില്ല. ഇയാളെയൊക്കെ റെഡിയാവും. ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എൻ്റെ നെഞ്ചത്താണ്.